എത്തിച്ചു കൊടുത്ത ഒരു ഷാഫി സലാഹി എന്ന് പറഞ്ഞ നമ്മളൊരു പ്രവർത്തകണ്ട്. മൂപ്പര് അതിൽ പേരുകൾ എഴുതിയിട്ടുള്ളത്, ആദ്യത്തെ പേരുകളൊക്കെ അബ്ദുൽ സുല്ലമി ആമയൂരാണ്. ജമിയത്തുൽ ഉലമ ഫത്വ ബോർഡിലുണ്ടായിരുന്ന മനുഷ്യനാണ്, എല്ലാവർക്കും അറിയാവുന്ന, കേരളം മുഴുവൻ അറിയുന്ന പണ്ഡിതൻ, ഗ്രന്ഥകാരനുമായ അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യം. പിന്നെ അബ്ദുള്ള സുല്ലമി, സുഹൈർ ചുങ്കത്തറ, അബൂബക്കർ സലഫി, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പേരാണ് ആദ്യമുള്ളത്. അപ്പോൾ കൊണ്ടുപോയി കൊടുത്തത് ഒരാളെന്നേ ഉള്ളൂ, ഷാഫി സലാഹി. അത് കൊണ്ടുപോയി കൊടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ഷാഫി സലാഹിനെ വിളിപ്പിച്ചു. ഷാഫി സലാഹിനെ വിളിപ്പിച്ചപ്പോൾ ഷാഫി സലാഹി പറഞ്ഞു, ഞാനല്ല കത്തിന്റെ ആൾക്കാർ, നിന്നവരാണ്, അവരാരെയും വിളിച്ചോളി. ഇല്ല, നിന്നെ ജസ്റ്റ് ഒന്ന് വിളിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്നിട്ട് 2.5 മണിക്കൂർ CD ടവറിൽ ഇരുന്നിട്ട്, ഇപ്പത്തെ നേരത്തെ ഞാൻ ആരെ പേരും പറയുന്നില്ല, ഇപ്പത്തെ എല്ലാ ഫിത്നകൾ ചുക്കാൻ പിടിക്കുന്ന ആളുടെ നേതൃത്വത്തിൽ 2.5 മണിക്കൂർ ഈ പാവം ഷാഫിനിട്ടുണ്ട് വളരെ മോശമായ വാക്കുകളൊക്കെ അതിൽ വന്നു. ഞാനിപ്പോൾ ഈ സദസ്സിൽ പറയുന്നില്ല, കാരണം ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. കളവായിട്ടല്ല, നമുക്കറിയുന്ന കാര്യമാണ്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് വളരെ മോശമായ പദപ്രയോഗങ്ങൾ വെച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചു. ഏത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജമിയത്തുൽ ഉലമ ഒരു പുസ്തകം ഇറക്കുക, ജമിയത്തുൽ ഉലമ പുസ്തകം ഇറക്കലില്ല സാധാരണ, KNM പുസ്തകം ഇറക്കല്. ജമിയത്തുൽ ഉലമ വിവാദ വിഷയമായ ഒരു കാര്യത്തിൽ ഒരു പുസ്തകം ഇറക്കുക, ആ പുസ്തകത്തിൽ ഇന്നിന്ന തെറ്റുകളുണ്ട്, അതിന് ഇന്നിന്ന ഹദീസുകളൊക്കെ ഉണ്ട്, ഇന്നിന്ന തെളിവുകളൊക്കെ ഉണ്ട്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് ജമിയത്തുൽ ഉലമക്ക് വന്നാൽ എന്താണ് ജമിയത്തുൽ ഉലമ ചെയ്യേണ്ടത്? ഈ പറഞ്ഞത് സത്യമാണോ എന്ന് പരിശോധിക്കല്ലേ. ജമിയത്തുൽ ഉലമയാണെങ്കിൽ ചെയ്യേണ്ടത് അതാണല്ലോ, പണ്ഡിതന്മാരുടെ സംഘടനയാണെങ്കിൽ അതാണല്ലോ ചെയ്യേണ്ടത്. ആ കൊണ്ടേ കൊടുത്തവനെ പറഞ്ഞോനെ ഇട്ട് പീഡിപ്പിക്കാം. ഇതാരുടെ എവിടുത്തെ ഫാസിസാണ്? ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വരും. ചരിത്രത്തിൽ അങ്ങനെ കച്ചറുണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ അതാണ് ഉണ്ടായത്. എന്നിട്ട് അതിൽ 38 പേരാണ് ഉണ്ടായിരുന്നത്. ആ 38 പേർക്ക് പോത്തുകൾ പേരും കിട്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലൊരു പോത്താണ് ഞാൻ. അബ്ദുറഹ്മാൻ സലഫി എന്ന വ്യക്തിയുടെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട്, ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് തള്ളി. അബ്ദുറഹ്മാൻ സലഫിന്റെ പേര് പറയാൻ കാരണം, അബ്ദുറഹ്മാൻ സലഫി വിഷയത്തിൽ പ്രസംഗിച്ച കുറെ വിഷയങ്ങൾ അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ തറവാട്ടിലെ വിഷയങ്ങളല്ല ഇതിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്, അത് ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ് എന്നുള്ള വളരെ വസ്തുനിഷ്ഠമായ വിഷയം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ഞങ്ങൾ ആ അബ്ദുറഹ്മാൻ സലഫി എന്നുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി രണ്ടാമത് പണ്ഡിതന്മാരെ കൊണ്ട് ഒപ്പിടിച്ച് കൊണ്ടുപോയി കൊടുത്തു. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ മനസ്സിലായില്ലേ? 65 പണ്ഡിതന്മാര് ഒപ്പിട്ട 18 പേജുള്ള ഒരു കത്ത് 30/11/2012 അഴിഞ്ഞിലത്തെ സമ്മേളനം നടക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് കൊണ്ടുപോയി കൊടുത്തു. കൊണ്ടുപോയി കൊടുത്തപ്പോ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഉടനെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ കത്തയക്കാൻ സമയമില്ല, ഫോൺ ചെയ്താൽ നിങ്ങൾ വരുമോ എന്നൊക്കെ പറഞ്ഞു. വരാന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ പറഞ്ഞു ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിർത്തും, അപ്പൊ നമുക്ക് ഒന്നിച്ച് പോയി നമസ്കരിക്കാം, അത് കഴിഞ്ഞ ശേഷം തുടരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജമിയത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടാമത് തയ്യാറാക്കിയ 18 പേജുള്ള കത്ത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. 65 പണ്ഡിതന്മാര് പേരെഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് സാധനം. 65 പണ്ഡിതന്മാരെ പേരും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, വൈകാതെ പ്രസിദ്ധീകരിക്കും. 65 ആളുടെ പേരും ഇതിലുണ്ട്, പേരുന്നൊക്കെ പ്രസിദ്ധീകരിക്കും. ഈ കൊടുത്ത പ്രബന്ധവും പ്രസിദ്ധീകരിക്കും ഇൻഷാ അല്ലാഹ്. വൈകാതെ നിങ്ങൾക്കത് വായിക്കാൻ കിട്ടും. അങ്ങനെ യോഗം വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇപ്പൊ എങ്ങനെ യോഗം വിളിക്കുക, സമ്മേളനത്തിന് ഒരു മാസമേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഇടയിൽ നടക്കുവോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, എന്നാലും നമുക്കൊരു കൂടൽ കൂടാ എന്ന് സെക്രട്ടറി പറഞ്ഞു. ഓക്കെ, നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല എന്ന് കണ്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഈ മാർച്ച് മാസം 2013 മാർച്ച് 13-ാം തീയതി 12 പേജുള്ള ഒരു കത്തും കൂടെ കൊണ്ടുപോയി കൊടുത്തു.
ഇതൊക്കെ കൊണ്ടേ കൊടുത്തിരുന്ന ജമിയത്തുൽമ നന്നാവും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇവിടുത്തെ സാധാരണ മുജാഹിദുകൾക്ക് ഈ വിഷയങ്ങൾ അറിയണം, പഠിപ്പിക്കണം എന്നുള്ള നിലക്ക് ഞങ്ങളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല. ഇവരുടെ പ്രതികരണം ഇങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ തന്നെയായിരുന്നു. കാരണം അവർ ഏത് രൂപത്തിലാണ് പോകണമെന്നുള്ളപ്പോൾ നമുക്കറിയാലോ. കാരണം ഇത് ചർച്ച ചെയ്താൽ തുമ്പില്ലാണ്ടാവുന്ന അറിയാം. അപ്പോ ആ കത്ത് കൊടുത്തു, 12 പേജുള്ള കത്ത്. അതിനൊരു മറുപടി ഉണ്ടായില്ല. അപ്പോ അതിനിടയിലാണ് കുവൈത്തിലെ ജമിയത്ത് ഇഹ്യാ തുറാസുൽ ഇസ്ലാമി എന്ന സലഫി സംഘടനയുടെ, ലോകാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സലഫി സംഘടനയുടെ ഒരു കത്തുണ്ടായത്. ഇത് ദർശനം വാരികയിൽ ഇതിന്റെ ഒരു ഏകദേശ പരിഭാഷ കുറച്ചു മുമ്പ് വന്നിരുന്നു. കണ്ടവരുണ്ടോ എനിക്കറിയില്ല. ഇതാണ് കത്ത്. 3.5 പേജുണ്ട്. ഇതിൽ പറയണത് എന്താ അറിയോ? നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ചർച്ച ചെയ്യാൻ നമ്മളെ നേതാവ് അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് തന്നെ അദ്ദേഹം കേൾക്കുകയും അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താണ് ഈ വിഷയത്തിൽ സലഫി മൻഹജ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രം ഞാനൊന്നാണ് വായിക്കേണ്ടത്. 3.5 പേജുണ്ട്. ആ വിഷയം മാത്രം. ഇപ്പോൾ നിലവിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ എന്താണ് സലഫി ലോകത്തിന്റെ അഭിപ്രായം? നല്ല ശ്രദ്ധിച്ചു കേട്ടോ. ഫൽ ഖിലാഫു അൽ യാ ഇബാദുല്ലാഹ് അയ്യുനൂനി എന്ന ഹദീസാണുള്ള ഒരു വിഷയം. അതിനെപ്പറ്റി പറയണം. അതിൽ ഇബാദല്ലാഹ് എന്ന് പറയുന്നതിൽ എന്നതിനെ സംബന്ധിച്ചാണല്ലോ. ജിന്നുകൾ അതിൽ പെട്ടിട്ടുണ്ടോ, ജിന്നുകളെ വിളിക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയം ഇവരെ പറയണു. അൽ മഖ്സൂദു ബിഇബാദില്ലാഹി ഹും സാലിഹുൽ ജിന്നി വൽ മലായിക ഔ ജുന്ദും മിൻ ജുനൂദില്ലാഹി അല്ലദീന ലാ നറാ. ഇബാദല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം നല്ലവരായ സാലിഹികളായ ജിന്നുകളാണ്, മലക്കുകളുമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൈന്യം നമ്മൾ കാണാത്ത സൈന്യങ്ങളുമാണ് എന്നൊരു അഭിപ്രായം. ഒരു അഭിപ്രായം, ഒരു തർഫുൻ യറാ ഹാദാ തഫ്സീറുൻ ശിർക്കിയ്യുൻ, ഇത് ശിർക്കിയായ ഒരഭിപ്രായമാണ് എന്നൊരു കൂട്ടർ കാണുന്നു. അതുകൊണ്ട് തന്നെ അത് ബാത്തിലാണ്, അങ്ങനെ പറയുന്നവനെ ഒഴിവാക്കണം എന്നാണ് അവർ പറയുന്നത്. ഒരു കൂട്ടർ പറയുന്നത് അതിൽ ശിർക്കില്ല, കാരണം കാരണം അതിൽ ദുആ ഇല്ല. ജിന്ന് എന്ന് ഇബാദല്ലയിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ അതിൽ ദുആ ഇല്ലാത്തത് കൊണ്ട് അതിൽ ശിർക്കില്ല എന്ന ഒരഭിപ്രായവും ഉണ്ട്. അങ്ങനെ 2 അഭിപ്രായം പറഞ്ഞിട്ട് ഇവർ പറയുന്നു. വറാജിഹു, പ്രബലമായ ശരിയായ അഭിപ്രായം, വല്ലാഹു അലം, അൽ മുറാദു ബിഇബാദില്ലാഹി ഖദ് യകൂനു മിൻ സാലിഹിൽ ജിന്നി വൽ മലായികതു വൽ ജിന്നു മിൻ ജുനൂദില്ലാഹ്. സാലിഹികളായ മലക്കുകളോ സാലിഹികളായ ജിന്നുകളോ മലക്കുകളോ അള്ളാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട ഏതെങ്കിലും സൈന്യങ്ങളോ നമ്മൾ കാണാത്ത സൈന്യങ്ങളോ ആകാം. വൽ ഹദീസു ലാ ശിർക ഫീഹി, ഇതാണ് പ്രബലമായ അഭിപ്രായം. ഹദീസിൽ ശിർക്കില്ല, യാ ഇബാദല്ലാഹ് എന്ന ഹദീസിൽ ശിർക്കില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. لأنه من جنس سؤال المخلوق الحي الحاضر القادر فيما يقدر عليه. കാരണം അത് ഹാളിറായ, അതായത് ഹാജറുള്ള, ഹയ്യായ, ജീവിച്ചിരിക്കുന്ന, ഖാദിറായ, കഴിവുള്ളവനായ ഒരു സൃഷ്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളെ കേൾവിയുടെ പരിധിയിൽപ്പെട്ട, കഴിവിൽപ്പെട്ട ഒരാളോട് ഒരു സഹായം ചോദിക്കുന്നത് പോലെ തന്നെ മാത്രമാണ് ഒരു ജിന്നിനോടാ പറയുന്നത്. ഇതാണ് പ്രബലമായ അഭിപ്രായം. വമാദാമ കിലാഹുമാ മുത്തഫിഖാനി അലാ ദുഅഫിൽ ഹദീസി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടാ പറയുന്നത്. പിന്നെ മറ്റൊന്നും കൂടി, വഅമ്മാ മസ്അലത്തു ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നിനോട് സഹായം തേടുക എന്നതുമായി പെട്ട അഭിപ്രായ വ്യത്യാസം. തറഫുൻ അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ശിർക്കുൻ, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്നൊരു അഭിപ്രായം. ഇവർ രണ്ടും വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. മുത്ലഖൻ ബി ജമീ അൻവാ, എല്ലാ തരത്തിലുള്ള ജിന്നിനോടുള്ള വിളികളും ശിർക്കാണ് എന്നൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. വത്തറഫുൽ ആഖിറു യറാ അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി മിൻഹാ മാ ഹുവ ശിർക്കുൻ വ മിൻഹാ മാ ഹുവ ലൈസ ബിശിർക്കിൻ. ഒരു കൂട്ടർ ശിർക്കുള്ളതും ശിർക്കില്ലാത്തതും ഉണ്ട് എന്നും അഭിപ്രായപ്പെടുന്നു.
ലാക്കിൻ യഹ്റുഫു ജമീഉഹ, എല്ലാം ഹറാമാണ്. കാരണം വാതിലടക്കുക എന്നതിന്റെ അതിലേക്കുള്ള മാർഗം ഉണ്ടാവുക, എല്ലാം അടക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം ഹറാമാണ് എന്ന് പറയുന്നു. അതിനെ ഒന്ന് ശിർക്കിലേക്കുള്ള വസീലയാണ്. വറാജിഹു, വീണ്ടും പറയുന്നതാണ് പ്രബലമായ അഭിപ്രായം, ശരിയായ അഭിപ്രായം, അല്ലാഹു അലം. ഞാൻ ഇത് വായിച്ചിട്ട് നിർത്താൻ, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ പോകാം. വല്ലാഹു അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാ, നല്ല ശ്രദ്ധിച്ചോളി. ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോട് സഹായം തേടൽ, അൻവാ, വിവിധ തരങ്ങൾ ഉണ്ട്. മിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായ വിളികൾ ഉണ്ട്, ശിർക്കായ സഹായ ചോദ്യം, സഹായ തേട്ടമുണ്ട്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി, അതിൽ ശിർക്കിലേക്ക് വഴിവെക്കുന്നതും ഉണ്ട്. വയഹ്റുമു ജമീഉഹ, എല്ലാം ഹറാം ആണ് തന്നെ, സംശയമില്ല. മിൻ ബാബി സദ്ദി ദരിഅത്തി ഇല ശിർക്കി, ശിർക്കിലേക്കുള്ള വഴി അടക്കുക എന്നുള്ള നിലക്ക് അതൊക്കെ ഹറാം തന്നെയാണ്. ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജി, നല്ല ശ്രദ്ധിക്കണം. വൽ ഉലമാഉ, ഉലമാക്കൾ മുത്തഫിഖൂന, ഏകോപിച്ച അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, അലാ അൽ ഹാദൽ ഖൗലി റാജി, ഈ പ്രബലമായ അഭിപ്രായമാണ് ശരി എന്നത്. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, നല്ല കേട്ടോളി. ഒറ്റ വാക്ക് അറിയുന്ന ആൾക്കാർക്ക്, മദ്രസയിൽ അറബി അറിയുന്നവർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവും. വലാ ഖിലാഫ ഫീഹി, വലാ ഖിലാഫ ഫീഹി, അർത്ഥം ഞാൻ പറയണോ? ഖിലാഫ് ഇല്ല, അതിൽ ഖിലാഫില്ല. ബൈന അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എന്ത്? ഈ പറഞ്ഞതിൽ. വകുല്ലുകും മുത്തഫിഖുൻ അലാ അൽ ജവാസ്, എന്നിട്ട് വിശദാംശങ്ങൾ പറയാം. ഇത്ര വ്യക്തമായി അവർ എഴുതി അറിയിച്ച ഒരു വിഷയമാണ്. ലോകത്തുള്ള സെലഫികളുടെ മുഴുവൻ അഭിപ്രായം ക്രോഡീകരിച്ച് ഇവർ എഴുതിയാൽ കളവല്ല. ഇതിലെന്തെങ്കിലും കളവുണ്ടെങ്കിൽ ഈ കത്ത് വന്നിട്ട് മാസങ്ങളായി, അത് പറയാനുള്ള വേണ്ടത്. ലോക സെലഫികളുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെയും മുൻകാല പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് വ്യക്തമായി ഇവർ ഇത് എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ നിലപാടാണ് നമ്മുടെ സംഘടനയിൽ ഉണ്ടായത്. ഇനി ഞങ്ങള് ജമിയത്തുൽ ഉലമക്ക് കൊടുത്ത ഇവർ സലഫി മൻഹജിൽ നിന്ന് ഏതൊക്കെ വിഷയത്തിൽ തെറ്റി എന്നത് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം ഹാരിസ് മൗലവി വരുന്നതിന്റെ മുമ്പ് സമയമുണ്ടെങ്കിൽ അതും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കും. സലഫി മൻഹജാണ് നമ്മളെ വിഷയം. സലഫി മൻഹജിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ സംഘം ഏതെല്ലാം വിഷയങ്ങളിൽ വ്യതിചലിച്ചിരിക്കുന്നു എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ വളരെ ചുരുക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരത്തിന് ശേഷം പറയാം. നമ്മുടെ സലഫി നേതൃത്വം അല്ലെങ്കിൽ നേതാക്കൾ സലഫി മൻഹജിൽ നിന്ന് അകലുകയാണ് എന്നതിനുള്ള രേഖകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജിന്ന്, പിശാച്ച്, റുഖ്യ, ശർഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അത് ഗ്രന്ഥം. സത്യത്തിൽ അത് ജമിയത്തുൽ ഉലമയുടെ പേരിൽ ജമിയത്തുൽ ഉലമയിലെ ഒരു ഭാഗത്തെ അനുകൂലിക്കുന്ന ഏതാനും ചേർന്ന് ഇറക്കിയതാണ്. അപ്പൊ ജമിയത്തുൽ ഉലമയുടെ പേരിൽ പറയുന്നതാണ് എൻ്റെ കൃത്യമായ പദപ്രയോഗം. അതിൽ വളരെ വ്യക്തമായി എഴുതിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ താൽക്കാലികമായി ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു പോയതോ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞു പോയതോ ആയ കാര്യങ്ങളല്ല, എഴുതി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിലെ വിഷയങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ആ ഗ്രന്ഥത്തിൽ പറയുന്നത് റുഖ്യ ശർഇയ്യ. റുഖ്യ ശർഇയ്യ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? റുഖ്യ ശർഇയ്യ എന്ന് പറയുന്നത് ആദ്യവും മനസ്സിലാക്കണം. നമ്മള് ചില കാര്യങ്ങൾക്കൊന്നും മുമ്പുണ്ടായിരുന്നില്ലല്ലോ, അതൊക്കെ ഇപ്പൊ ഇവിടുന്ന് എപ്പോൾ ഇറങ്ങി പൊട്ടി വീണു എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ ചിലർക്കുണ്ടാവും. നമ്മളുടെ അറിവുകേടാണ്. ഹദീസിൽ വന്നിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു ചികിത്സാ രീതിയാണ്. അതായത് രോഗം വന്നാൽ നമ്മൾക്കുള്ള നിർദ്ദേശം എന്താണ്? ചികിത്സിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരു രൂപമാണ് റുഖ്യ ശർഇയ്യ. അതായത് ഖുർആനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓതി ഊതുകയോ തടവുകയോ ഒക്കെ ചെയ്യാം.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഓതിയിട്ട് തടവുക, അതുപോലെ ഊതുക, ഇതൊക്കെ ചെയ്യുന്നു. റുഖയ്യ എന്ന് പറഞ്ഞ മന്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? രോഗശമനത്തിന് നടത്തുന്ന പ്രാർത്ഥനക്കാണ് റുഖയ്യ ശർഇയ്യ എന്ന് പറയുന്നത് എന്നാണ്. പേജ് 41 അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതെ, ഒരാൾക്ക് രോഗബാധയുണ്ടായാൽ ക്ഷമിക്കുകയും രോഗശമനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നിശ്ചയിക്കപ്പെട്ട മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുകയും ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ റുഖയ്യ ശർഇയ്യ എന്ന് ഓതി ഊതുക, മന്ത്രിക്കുക, ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുപോകുന്നത്. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാനുള്ള ജീവിത രീതിയും പ്രാർത്ഥനകളും ജനങ്ങളെ പഠിപ്പിക്കുക എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ പഠനങ്ങൾ കടന്നു പോവാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. മറ്റൊരു വാചകമാണ് പേജ് 62. അപ്പോ രോഗശമനത്തിന് നടത്തുന്ന പ്രാർത്ഥനക്കാണ് റുഖ്യ ശർഇയ്യ എന്ന് പറയുന്നത്. അപ്പൊ നല്ല മനസ്സിലാക്കണം, ഇത് ലോകത്തുള്ള മൊത്തം സലഫികളുടെ അഭിപ്രായത്തിനെതിരാണ്, അവരുടെ പ്രവർത്തനത്തിനെതിരാണ്. റുഖ്യ ശർഇയ്യ എന്നത് ലോക സലഫികൾ ഒന്നാകെ അംഗീകരിച്ചിട്ടുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ധാരാളമായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ വിഷയത്തെയാണ് ഞങ്ങൾ ഇതിൽ ആദ്യമായിട്ട് ഖണ്ഡിച്ചത്. അതിന് 1, 2, 3, 6 ഹദീസുകൾ തുടർച്ചയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഊതിയിരുന്നു, അതിന് പ്രതിഫലം വരെ വാങ്ങിയിട്ടുണ്ട് എന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് വൈകാതെ ഇത് പ്രസിദ്ധീകരിക്കും, നിങ്ങൾക്കൊന്ന് വായിക്കാൻ കഴിയും. ഞങ്ങൾ അത് അതിന്റെ പ്രസിദ്ധീകരണവുമായി അച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റുഖ്യ ശർഇയ്യയും രോഗശമന പ്രാർത്ഥനയും ഒന്നാണ് എന്ന് പറയുന്നതിന് ഒരർത്ഥമല്ല. അർത്ഥമല്ല എന്നുള്ളതിന്റെ പോയിന്റ്സുകൾ മാത്രം ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. 1, റുഖ്യ ശർഇയ്യ ആദ്യകാലത്ത് നിരോധിച്ചിരുന്നു. നല്ല ശ്രദ്ധിക്കണം, ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നല്ലോ തുടക്കകാലത്ത്, പിന്നീട് അനുവദിച്ചു എന്നതുപോലെ റുഖ്യ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്നു. എന്നാൽ രോഗശമന പ്രാർത്ഥന ഒരു കാലത്തും നിരോധിച്ചിട്ടില്ല. അത് തന്നെയാണ് അത് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പിന്നീട് നബി അത് അനുവദനീയമാക്കിയിട്ടുണ്ട്. ഹദീസ് വളരെ വ്യക്തമായിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഓതിയിട്ട് ഞാൻ സമയം കളയുന്നില്ല, കാരണം ഹാരിസ് ബിൻ സലീം വന്നാൽ ഞാൻ ഉടനെ നിർത്തും. 2, റുഖ്യ ശർഇയ്യ നടത്തുമ്പോൾ വ്യക്തി രോഗിയുടെ മേൽ അല്പം ഉമിനീർ കലർത്തിക്കൊണ്ട് ഊതുക. ഞാൻ പറഞ്ഞല്ലോ, ഊതുക എന്നുള്ളത് വേണം. രോഗശമന പ്രാർത്ഥനക്ക് വേണ്ട, സാന്നിധ്യത്തിൽ തന്നെ വേണമെന്നില്ല. ദുബായിലുള്ള ആൾക്ക് നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ചൂടെ? രോഗശമന പ്രാർത്ഥന അത്രേ ഉള്ളൂ. ദുബായിലുള്ള എൻ്റെ സഹോദരൻ അല്ലാഹുവേ നീ രോഗം സുഖമാക്കി കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ റുഖ്യ ശർഇയ്യ അങ്ങനെ നടക്കൂല. നമ്മളെ കൺമുമ്പിൽ എത്തിയ ആളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുമ്പോഴേ അതിന് റുഖ്യ എന്ന് പറയുള്ളൂ. അപ്പോ ഊതുക, രോഗിയെ തടവിക്കൊടുക്കുക, പിശാചിനോട് രോഗിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ പറയുക, വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക, ഇതൊക്കെ റുഖ്യയുടെ ഭാഗമാണ്. പക്ഷെ പ്രാർത്ഥിക്കാതൊന്നും വേണ്ട. മനസ്സിലായില്ലേ? 2. 3, രോഗശമന പ്രാർത്ഥന രോഗിയുടെ അടുത്ത് വരാതെ എവിടെ വെച്ച് നിർവഹിക്കാം. പക്ഷെ റുഖ്യക്ക് അത് പറ്റൂല. രോഗിയുടെ അടുത്ത് പോകല്, നേരിൽ കാണല്, പിന്നെ പരസ്പരം തൊടാവുന്ന അകലത്തിലെത്തിയിട്ട് കാര്യങ്ങൾ ചെയ്താലേ റുഖ്യാവുക. 3. 4, റുഖ്യയുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ചികിത്സയുടെ ബാബിലാണ്. ചികിത്സ, പ്രാർത്ഥനയുടെ ബാബിലല്ല. കിതാബു തിബ്ബ്, ചികിത്സ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ 5, സഹാബികൾ ഒരു ഗോത്ര നേതാവിന് റുഖ്യ ചെയ്തതും അതിനവർക്ക് ഫലം കിട്ടിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചതും ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ രോഗശമന പ്രാർത്ഥനക്ക് പ്രതിഫലം വാങ്ങിയിട്ടില്ല. പ്രാർത്ഥിച്ചതിന് നിങ്ങളെ രോഗം മാറ്റി തരട്ടെ ഞാൻ പ്രാർത്ഥിച്ചതിന് ഞാൻ ചില്ലാനം വാങ്ങാം, അങ്ങനെ സംഗതി രോഗശമന പ്രാർത്ഥനക്കില്ല. എന്നാൽ റുഖ്യക്ക് അങ്ങനെ പ്രാർത്ഥിച്ചതിന്, റുഖ്യ നടത്തിയതിന് പ്രതിഫലം വാങ്ങി ഞങ്ങൾ അത് ഉപയോഗിച്ചു എന്ന് നബിനോട് പറഞ്ഞപ്പോൾ നബി അത് അംഗീകരിച്ചിട്ടുണ്ട്. അതെന്നെ കാര്യമായ മറ്റൊരു വ്യത്യാസം. 6, അതിൻ്റെ
നിർവചനം തന്നെ പണ്ഡിതന്മാർ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള നിർവചനം. അപസ്മാരം, പനി മുതലായ ആപത്തുകൾ പിണഞ്ഞവർക്ക് മന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാമന്ത്രമാണ് റുഖ്യ. ചില ഹദീസുകളിൽ റുഖ്യ അനുവദനീയമാണെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിർവചനം തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം റുഖ്യയും രോഗശമന പ്രാർത്ഥനയും രണ്ടും രണ്ടാണെന്നുള്ള വളരെ വ്യക്തമാണ്. അപ്പോ രോഗശമന പ്രാർത്ഥന മാത്രമാണ് റുഖ്യ എന്ന ജമിയത്തുൽ ഉലമയുടെ പുസ്തകത്തിലുള്ള വാദം ലോക സലഫി മൻഹജിനെതിരാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഒരു ശക്തമായ ആരോപണം ഇവിടെ ഉന്നയിക്കുകയാണ്. രോഗശമന പ്രാർത്ഥന മാത്രമാണ് എന്ന് ജമിയത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിലെ അഭിപ്രായം തെറ്റാണ് സലഫി മൻഹജ് അനുസരിച്ച്. അതുകൊണ്ട് സലഫി മൻഹജിൽ നിന്ന് അകലുകയാണ് നമ്മുടെ ഇന്നത്തെ സലഫി നേതാക്കൾ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ആ പുസ്തകത്തിലുള്ള രണ്ടാമത്തെ കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരു വ്യക്തമായ കളവ് പറയുന്നുണ്ട്. കുണ്ടുതോട് വാദപ്രതിവാദത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ, റുഖ്യയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഒരു വ്യക്തമായ കളവ് പറയുന്നുണ്ട്. ആ കളവും ഈ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിശദമായി ഞാൻ സമയം കളയുന്നില്ല, അതിൽ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ കാര്യമായൊരു പ്രശ്നം, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു രോഗിയുടെ അടുത്ത് വരികയും ഇങ്ങനെ ഈ പറഞ്ഞ റുഖ്യ പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ പിന്നെ പിശാചിനോട് പോകാൻ പറഞ്ഞതും ഒക്കെ മുഅ്ജിസത്താണ്, അത് നബിക്ക് പ്രത്യേകമായി കൊടുത്ത ഒരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു ബഹുമാനമാണ് എന്ന് പറഞ്ഞ് ഇതിനെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതും വളരെ അബദ്ധം പിടിച്ച വാദമാണ്. സലഫി ലോകത്തിന് ഇല്ലാത്ത ഒരു കാര്യമാണ്. വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യം, നബി ഒരു പിശാചിനോട് ഉഖ്റിജ് അദുവല്ലാഹ്, ജിന്ന് കൂടിയ ഒരാളോട് നബി ചെന്ന് പറഞ്ഞാൽ, കാരണം അത് പ്രവാചകനാണ്, അത് പറഞ്ഞാൽ ആ പിശാചി പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. പുറത്തു പോകും, അള്ളാഹുവിന്റെ ശത്രു എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയി, അള്ളാഹു മുഅ്ജിസത്ത് തന്നെയാണ് എന്ന് വെച്ച് നമ്മൾക്ക് പണ്ഡിതന്മാർക്ക് അതിൽ വിവരമുള്ളവർക്ക് മുഅ്മിനീങ്ങൾക്ക് അത് പറയാമെന്നാണ് ലോക സലഫി നേതാക്കളുടെ, സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇത് മുഅ്ജിസത്താണ് എന്ന ഇവരുടെ വാദം സലഫി മൻഹജിൽ നിന്നുള്ള വ്യതിയാനമാണ്. നല്ല ശ്രദ്ധിച്ചോളൂ, സലഫി മൻഹജിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ മുഅ്ജിസത്ത് വാദം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് കുറെ കൂടി ഗൗരവമുള്ള ഒരു വിഷയമാണ്. സൂറത്ത് ആലി ഇമ്രാനിലെ 175-ാമത്തെ ആയത്തിന് വളരെ തെറ്റായ ഒരു അർത്ഥമാണ് ആ പുസ്തകത്ത് കൊടുത്തിട്ടുള്ളത്. അത് മനഃപൂർവ്വമാണോ അത് അബദ്ധത്തിൽ പറ്റിയതാണോ എന്നുള്ള അള്ളാഹു ആലം. ഏതായിരുന്നാലും പിശാച് അവന്റെ മിത്രങ്ങളെ പറ്റി ഭയപ്പെടുത്തുന്ന പറഞ്ഞോടത്ത് മിത്രങ്ങൾ എന്ന് പറയുന്നത് പിശാചുക്കളാണ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. പിശാചുക്കളല്ല യഥാർത്ഥത്തിൽ, തെറ്റായ, വളരെ തെറ്റായ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ജമിയത്തുൽ ഉലമ ഇറക്കിയ ഒരു പുസ്തകത്തിൽ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചെടുത്ത് തെറ്റ് പറ്റിയിരിക്കുക. എന്നിട്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ അത് കൊണ്ടേ കൊടുത്തവനെ പീഡിപ്പിക്കുക, എഴുതി കൊടുത്തവരെ പോത്തുകളാന്ന് പറയാം. എവിടുത്തെ സലഫി മൻഹജാണിത്? കൊണ്ടേ കൊടുത്തവന് നന്ദി പറയല്ലേ വേണ്ടത്? ഞാൻ അതല്ല, ഈ പറഞ്ഞവന് ഇത് ചൂണ്ടിക്കാണിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ അത് പറയട്ടെ, നമുക്കത് സ്വീകരിക്കും, ഒരു പ്രശ്നമല്ല. ഞങ്ങൾ എഴുതി കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഇതാ 18 പേജ് ഉണ്ട്, എന്തെങ്കിലും ഒരു വരി തെറ്റുണ്ടെങ്കിൽ പറയട്ടെ, നമ്മൾ തിരുത്താൻ തയ്യാറാണ്. അതല്ലേ വേണ്ടത്? അതല്ലേ സലഫി മൻഹജ്? തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ തിരുത്താം. ആയത്തിന്റെ അർത്ഥം കൊടുത്തതിൽ വലിയ ഗുരുതരമായ തെറ്റ്. പിന്നെ നാലാമത്തത്, പിശാചിന്റെ ഉപദ്രവം വസ്വാസ് മാത്രമാണ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. വസ്വാസ് മാത്രമല്ല, ശാരീരികമായി വരെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന നിലക്ക് പിശാചിന് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പിന്നെ അപസ്മാരം പോലത്തെ ഒക്കെ ഉണ്ടാവാം. അതിന്റെ അർത്ഥങ്ങളെ കൊടുത്ത് വിശദമായിട്ട് പറയേണ്ടതാണ്. അത് മറ്റൊന്ന്. അഞ്ചാമത്തത്, ഉപദ്രവമുണ്ടാക്കുമെന്നോ രോഗമുണ്ടാക്കുമെന്നോ ഉള്ള ഭയപ്പാട് ശിർക്കാണ് എന്നാണ്. ജിന്നുകൾ പിശാച് അങ്ങനെ ഉണ്ടാക്കുന്നു വിശ്വസിച്ചാൽ മനസ്സിലാക്കിയ ശിർക്കായി. അതൊരിക്കലും ശിർക്കല്ല എന്ന് പണ്ഡിത ലോകം മുഴുവൻ പറഞ്ഞതാ. മനസ്സിലായില്ലേ? അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ മൻഹജിൽ നിന്നുള്ള തെറ്റ് അതാണ്, തെറ്റിപ്പോയ വ്യതിയാനം അതാണ്. ആറാമത്തെ കാര്യം, അതാണ് വളരെ രസകരവും എന്നാൽ അത്ഭുതകരവും അതോടൊപ്പം സങ്കടകരവുമായ ഒരവസ്ഥ. ഇതാണ് ആറാമത്തെ ആരോപണം.
നമ്മൾ സുന്നികൾ അറിയാലോ, സുന്നികൾ നമ്മളെ പേര് ഖുറാഫികൾ, സുന്നികൾ എന്ന് പറയുന്നില്ല, സുന്നികൾ എന്ന് പറഞ്ഞാൽ സുന്നത്ത് പിൻപറ്റുന്നവരെന്നുള്ള അർത്ഥം അല്ല, ഖുറാഫികൾ എന്ന് പറയാം. ഖുറാഫികൾ നമ്മളെ പറ്റി ആരോപണം ഉണ്ടാകുമ്പോൾ സാധാരണ ഇപ്പൊ ഉദാഹരണത്തിൽ സെൽസബിയിലെ ഒരു വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ് എൻ്റെ ഒപ്പം എഴുതിയത്, അതിന്റെ അപ്പുറം അപ്പുറം ഒഴിവാക്കിയിട്ട് നടുവെന്ന് എടുത്തിട്ട് വായിക്കും. കണ്ടില്ലേ ഇവർ പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പുറം അപ്പുറം വായിച്ച സംഗതി ക്ലിയർ ആവും. ഖുറാഫികൾ സാധാരണ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഇതേ ഏർപ്പാട് ജമിയത്തുൽ ഉലമ ചെയ്തിരിക്കുക. ആരുടെയൊക്കെ പേരിൽ അറിയോ? മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഉദ്ധരണിയിൽ നിന്ന് ഇടക്കുള്ള ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണെന്ന് പറയുന്നത്. അപ്പുറം അപ്പുറം അങ്ങനെയല്ല. മനസ്സിലായില്ലേ? തൊട്ട് ശേഷമുള്ളത് വായിച്ചാൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നതിനെതിരായിട്ട് പറഞ്ഞിക്കാം. ജമിയത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിലേ ഇത് വായിക്കണവരുണ്ടാകും എന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ എന്തായിരിക്കും വരെ ഉദ്ദേശം? മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയുടെ ഗ്രന്ഥങ്ങൾ ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചാണ്, നെറ്റിലും അവിടെയും ഇവിടെയൊക്കെ ഇപ്പൊ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹം എഴുതിയ ഇടക്കുള്ള ഒരു വാചകം മാത്രം എടുത്തിട്ട് ഇവരുടെ അഭിപ്രായത്തിന് അനുകൂലമായിട്ട് പറയണമെങ്കിൽ എത്ര വിഡ്ഢികൾ ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ കുറെ ബഹുമാനിച്ചിരുന്ന ആൾക്കാരാണ്. എത്ര അല്പത്തമായി ചെയ്തത്. അൽബാനിയുടെ അങ്ങനെ രണ്ടുദ്ധരണിയിൽ അങ്ങനെ കൃത്രിമം കാണിച്ചിരിക്കുന്നു, സലഫി നേതാക്കളുടെ വാചകങ്ങളിൽ. പിന്നെ ഷെയ്ഖ് റബി ഹാദി മദ്ഖലിയുടെ വലിയൊരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ഇത് പുറംചട്ടയിലും കൊടുത്തിരിക്കുന്നു. തൗഹീദ് പ്രചരിപ്പിച്ചപ്പോൾ ജിന്നിലുള്ള അവരുടെ ഏർപ്പാടുകളൊക്കെ നിർത്തി എന്നാ കൂടി പറഞ്ഞിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം ശേഷം പറയുന്നുണ്ട്. ആ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് വന്നിട്ടുള്ള ഒരു സംഗതി എടുത്താണ് കൊടുത്തിട്ട് അത് പുറംചട്ടയിൽ കൊടുത്തിരിക്കാം. ഈ തട്ടിപ്പിന്റെ വാചകം ഷെയ്ഖ് റബീന്റെ നിർത്തിയില്ല. അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. റുഖയ കാഫിറിന് റുഖയ നടത്തി കൊടുക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹൽ തജൂസ് കേട്ടോളി, ഹൽ തജൂസ് റുഖയത്തുൽ കാഫിർ, കാഫിറിന് റുഖയ ചെയ്യാൻ പറ്റുമോ